ശ്രീലങ്കൻ ഏകദിന പരമ്പര തോറ്റത്തിൽ രോഹിത് ശർമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം രോഹിത് ശർമ്മ ആദ്യത്തെ രണ്ട് ഏകദിനത്തിലും 50 അടിച്ചു. ഇന്നത്തെ മൂന്നാമത്തെ ഏകദിനത്തിൽ 35 റൺസും എടുത്തു. രോഹിത്തിന്റെ കടമ രോഹിത് കൃത്യമായി നിർവഹിച്ചു. ബാക്കിയുള്ള എല്ലാ താരങ്ങളുമാണ് ഫ്ലോപ്പായിരിക്കുന്നത്. ഇന്നത്തെ മൂന്നാം ഏകദിനത്തിൽ തോറ്റ ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 138 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് ഇത് നാണക്കേട് തന്നെയാണ്. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ ശരിക്കും ഡിസപ്പോയിന്റഡ് ആണ്. ഇന്ത്യൻ ടീമിന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. T20 വേൾഡ് കപ്പ് നേടിയപ്പോൾ എല്ലാവരും നന്നായി കളിച്ചു. ഏകദിനത്തിൽ വരുമ്പോൾ എല്ലാവരും ഫ്ലോപ്പ് ആവുന്നു. ഞാൻ എൻ്റെ കടമ കൃത്യമായി നിർവഹിച്ചു. ബാക്കിയുള്ളവർ കളിക്കുന്നില്ല. അതാണ് പ്രധാന കാരണം. ശ്രേയസും രാഹുലും ഒക്കെ ഫ്ലോപ്പാണ്. എൻ്റെ വിക്കറ്റ് പോയ ശേഷം ടീം പെട്ടെന്ന് ഡൗൺ ആവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യയുടെ ഏകദിന ടീമിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ഞാനത് ഗംഭീരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കും. സഞ്ജു, ഇഷാനെ പോലെയുള്ളവരെ തിരിച്ചു വിളിക്കും. രാഹുലും ശ്രേയസും ഒക്കെ സീനിയർ പ്ലെയറാണ്. അവരിങ്ങനെ മോശം കളി കാഴ്ചവെക്കുമ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ശ്രീലങ്കൻ പരമ്പരയോടെ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അടുത്ത ഏകദിന പരമ്പരയിൽ ടീമിൽ മാറ്റങ്ങൾ വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. സഞ്ജുവിന് അവസരം കിട്ടാൻ പോവുകയാണ്. ഏകദിനത്തിൽ സഞ്ജുവിനെ തിരിച്ചു വിളിക്കുമെന്നാണ് രോഹിത് ശർമ്മ വ്യക്തമാക്കിയത്. അവസാനത്തെ ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സഞ്ജുവിനെ ശ്രീലങ്കൻ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ ഇന്ത്യൻ ടീം ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്. ശ്രീലങ്ക പരമ്പര കൊണ്ടുപോയപ്പോൾ അത് ഇന്ത്യക്ക് നാണക്കേടായിരിക്കുകയാണ്. അവസാനത്തെ ഏകദിനമാണ് ശരിക്കും നാണക്കേടായത്. 138 റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി. ഇന്ത്യയെ പോലെ ഒരു വലിയ ടീമാണ് ശ്രീലങ്കയെ പോലെ ഒരു ടീമിനെതിരെ തോറ്റിരിക്കുന്നത്. അതുകൊണ്ട് കോച്ച് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. സഞ്ജുവിനെ തിരിച്ചു വിളിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.